ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് മെസ്സേജ് വന്ന് ഫോൺ കട്ടായിപ്പോയി. ഇതിൽ 2 കിലോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ഗ്ലാസ് ബിരിയാണി റൈസ് കുതിർത്ത് ഞാൻ വെള്ളം തോരാൻ അരി വെച്ചിട്ടുണ്ട്. അത് 4 ഗ്ലാസ് ബിരിയാണി, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 4 ഗ്ലാസ് അരിക്ക് ഒരു 4.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഒരു 2 സവാള വറുത്ത് വെച്ചിട്ടുണ്ട്, അരിയുടെ മേളിലിടാനാണ്. മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിപ്പഴം അരിഞ്ഞിട്ടുണ്ട് മസാല ഉണ്ടാക്കാനാണ്. പിന്നെ മസാല ഉണ്ടാക്കാൻ ഒരു 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്നേന്ന് വീഡിയോ എടുത്തതാണ്, വീഡിയോ കട്ടായിപ്പോയി. അതാണ് ഇപ്പം ഞാൻ പകുതിയിലിടുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, പിന്നെ വെളുത്തുള്ളിയെല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇടാതെ കുരുമുളക്, പച്ചമുളക് അരച്ചാണ് ബിരിയാണി വെക്കുന്നത്. വെള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പിലിരിപ്പുണ്ട്. ഞാനത് സവാള ഇടാം. ആദ്യം ഇച്ചിരി കടുക് ഇട്ടിട്ട് പൊട്ടി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. ചിക്കൻ ബിരിയാണിക്ക് കരിയാപ്പയൊന്നും വേണ്ട. നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള സവാള നമുക്കത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിനകത്ത് കുറച്ച് ഉപ്പിടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത്, ആ ഉള്ളി വാറുന്ന സമയത്ത് നമുക്ക് അരി വേവിക്കാൻ വെക്കണം. അരി അണ്ടിപ്പരിപ്പും മുന്തിരിപ്പരിപ്പും വറുത്ത് കോരിയിട്ട് ആ നെയ്ക്കകത്ത് തന്നെ അരി ഇട്ട് വറുക്കണം. വറുത്തിട്ട് അതിന് വെള്ളം ഒഴിച്ച് പറ്റിച്ചെടുക്കുക. നമ്മൾ ഊറ്റിയെടുക്കുകയല്ല, പറ്റിച്ചെടുക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു, പിന്നെ ഈ കറ്റോലോ അത് ഒരു 2 എടുത്തിട്ടുണ്ട്, പെരുംജീരക ശകലം എടുത്തിട്ടുണ്ട്, 3 പട്ട എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ചിക്കനിൽ ഒഴിക്കാനാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിന് അരി വറുക്കുന്നതിന് മുമ്പ് അത് അതിനകത്തിട്ട് വറുക്കാനുള്ളത്. പിന്നെ അവിടെ ഇനിയിപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പരിപ്പെല്ലാം വറുത്തിട്ട് ഇതിട്ട് നമുക്ക് വറുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പരിപ്പ് വറുക്കാൻ ഞാൻ നെയ്യ് പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പരിപ്പ് വറുത്ത് പോയിട്ട് വേണം അതിനകത്ത് സവാള അരി ഇടാൻ. ആദ്യം അണ്ടിപ്പരിപ്പ് വറുക്കാം. അണ്ടിപ്പരിപ്പ് ചുമന്ന് വരുമ്പോൾ മുന്തിരിപ്പരിപ്പും കൂടി അതിനകത്തിട്ടങ്ങ് വറുക്കാം. ചിക്കൻ സവാള റോസ്റ്റായി വരുന്നത് നമുക്ക് അതിനകത്ത് തക്കാളിപ്പഴം എടുത്തിടണം. തക്കാളിപ്പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അണ്ടിപ്പരിപ്പും മുന്തിരിപ്പരിപ്പും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഈ പട്ടയും ഗ്രാമ്പും എല്ലാം അരിച്ചിട്ട് ഇളക്കണം. ഇതിനെ പൊട്ടി വരുമ്പോഴത്തേക്ക് അരി എടുത്ത് ഇടാം. റൈസ് അതിനകത്ത് അരി ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് ഇളക്കണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അരി ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ചിക്കൻ്റെ
മസാല റെഡിയാക്കാം. നല്ലപോലെ ചുമന്ന് വരണം. നമുക്കിതിനകത്ത് ഒരു പൊടി മല്ലിയിലയും കൂടി ചേർക്കും. മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിനകത്ത് എടുത്ത് വെച്ചിരുന്ന വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റാക്കി വെച്ചേക്കണം അത് ചേർക്കാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ആക്കിയത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി പിടിക്കുക. നമുക്കിതിനകത്ത് 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ബിരിയാണി മസാല ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം വരുന്നത് വരെ, പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് വെള്ളം പറ്റണം, ഊറ്റിയെടുക്കുന്നതല്ല. മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പും കൊണ്ടൊന്ന് ഇതിനകത്തിടാം. മസാല ഇട്ട് ചിക്കൻ നല്ല ഇളക്കി പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തൈര് ഒഴിച്ച് കൊടുക്കാം. ചിക്കനെല്ലാം ചേർത്ത് ഇനി നമ്മൾ ആ ചിക്കൻ അടച്ച് വെച്ച് വേവട്ടെ. അരി അടുപ്പിലെല്ലാം തീ കുറവാണ്, അതുകൊണ്ടാണ് താമസം. ചോറ് പറ്റിച്ചെടുക്കണം. അതിനകത്ത് നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചയ്ക്ക് എടുക്കാം. ലാസ്റ്റ് നമ്മൾ കൂട്ടുമ്പോൾ അതിനകത്ത് എസൻസൊക്കെ ചേർക്കും. ഉപ്പ് കുറവാണ്, ഉപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചാറ് ഇച്ചിരി പറ്റണം. കഷ്ണങ്ങളെല്ലാം വെന്ത് കറക്റ്റായിരുന്നു. ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാവണം. പിന്നെ അതുപോലെ തന്നെ റൈസും വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഇനി അതിനപ്പുറത്തേ നമുക്ക് സലാഡിനുള്ള സവാള അരിയാം. നമ്മുടെ റൈസായിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ എന്നാണ്ട് ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ബിരിയാണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പരിപാടി കഴിഞ്ഞ് ഇനി പപ്പടവും കൂടി പൊരിച്ചാൽ ഇന്നത്തെ കാര്യങ്ങൾ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കൊച്ചിനുള്ളത്, എന്നോടൊരു കുഞ്ഞുണ്ട് കേട്ടോ.
അപ്പോൾ ആ കുഞ്ഞിന് കറിയൊന്നും വേണ്ട, അത് വേറെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ബിരിയാണി എല്ലാവരും ഓരോ ദിവസം ഓരോ ഐറ്റം ബിരിയാണികൾ ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇതൊന്നും ഇവിടെ ഇറച്ചി അടിയിൽ സെറ്റ് ആക്കിയിട്ട് അതിൻ്റെ മേളിൽ ചോറ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വെള്ള ബിരിയാണിയാണ്, മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. സാധാരണ ചില ആൾക്കാർക്ക് ഇറച്ചിയൊന്നും വേറെ ചോറിനകത്ത് ഇടുന്ന ഇഷ്ടമാകാതെ ചോറ് വേറെ കറി വേറെ ആയിട്ട് വയ്ക്കുന്നുണ്ട്. ഇതിവിടെ കുഴപ്പമില്ല. ഇത് ഞാൻ അങ്ങനെയൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ വയ്ക്കുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വയ്ക്കുന്ന ബിരിയാണി. എല്ലാവരും ഉണ്ടാക്കണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇടയ്ക്ക് ഞാനൊരു ചീനിമാവ് ഉണ്ടാക്കുന്ന അവലൂസ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അമൃതം പൊടിയിൽ. പക്ഷേ ആ വീഡിയോ ചെറിയ വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ആഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വീഡിയോ ഇടാം. സമയമില്ല, എല്ലാം എപ്പോഴും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കടയിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോഴേ ഇതൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ.